മോഹിനി കാണുന്നെന്നെ ചുവൻ മാറുകരെ യോർദാനെ ഭയപ്പെടും മോഹിനി കാണുന്നെന്നെ ചുവൻ മാറുകരെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുവാനാകട്ടെ. ഉപവാസം പ്രാർത്ഥനയുമായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളും എല്ലാം കർത്താവിലേക്ക് വെച്ചിരിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകി നമ്മളെ അനുഗ്രഹിക്കാൻ ഇടവരുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞ വചനങ്ങളൊക്കെയും നാം കേട്ടു. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികാട്ടിയായി നമ്മെ ക്രമീകരിക്കുന്നതിനുള്ള അവസരമായി മുഖാന്തരമായി തീരാൻ പ്രാർത്ഥിക്കാൻ നാം പിലാത്തോസിന്റെ കാര്യങ്ങൾ കേട്ടു. പിലാത്തോസിന് യേശുവിനെ വിടുവിക്കണമെന്നുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് അടുപ്പിച്ചങ്ങ് വിട്ടയക്കാം. അവൻ അതുപോലും അവർ സമ്മതിച്ചില്ല. അപ്പോ അവനെ കൊല്ലണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശമെന്ന് പിലാത്തോസിന് മനസ്സിലായി. എന്തിനു മനുഷ്യനെ കൊല്ലണം? അവൻ എന്ത് ചെയ്തു? അവനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? അതെ, ഞാൻ രാജാവ് തന്നെ. എന്നിട്ട് പുറത്തു വന്നിച്ച് പിലാത്തോസ് പറയാ, ഞാൻ അവനെ ഒരു തെറ്റും കാണുന്നില്ല. അതൊരു അതിശയകാര്യമാണ്. അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയ്ക്ക് റോമ ഗവൺമെന്റിന് കീഴിലുള്ളവരെല്ലാം അവർക്ക് രാജാവെന്ന് പറഞ്ഞത് അവിടുത്തെ രാജാവാണ്. അതല്ലാതെ ഒരു രാജാവ് അവർക്ക് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ യേശു തുറന്നു പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. എന്നിട്ടും അവനിൽ പിലാത്തോസ് തെറ്റ് കണ്ടില്ല. അവൻ കേട്ടതുപോലെ തന്നെ അവനെ പിലാത്തോസ് ഭയപ്പെടുന്നുണ്ട്. കാരണം ഏതോ ഒരു ദൈവശക്തി ഇവനിലുണ്ട് എന്നുള്ളത് പിലാത്തോസ് മനസ്സിലാക്കുന്നു. അത് അവസാനം ഏറ്റവും അതിന്റെ മൂർധന്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ചൊരു തീരുമാനിക്കണം, തനിക്ക് അധികാരമുണ്ട് അവനെ വിട്ടയക്കാൻ. ആ വിട്ടയച്ചാൽ പിന്നെ തന്റെ സ്ഥാനം പിന്നെ ഉണ്ടാവുന്നില്ല. രണ്ടിന്റെയും മധ്യത്തിലാണ്. സ്ഥാനമാണോ വലുത്, ഈ മനുഷ്യനെ ക്രൂശിക്കുന്നതാണോ വലുത്? അപ്പോ നിരപരാധി ക്രൂശിക്കപ്പെടുന്നതാണോ, തന്റെ സ്ഥാനം നിലനിർത്തുന്നതാണോ, പോകുന്നതാണോ വലുത്? ഇത് തീരുമാനം എടുത്തേ മതിയാവും. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ആ ഒരു തീരുമാനം നിശ്ചയമായിട്ടും വരും. ആ സമയത്തെടുക്കുന്ന തീരുമാനം അത് ഒന്നുകിൽ അവനെ രക്ഷിക്കും, അല്ലെങ്കിൽ അവനെ ശിക്ഷയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന്റെ വചനം ഇന്നും ദൈവത്തിന്റെ സഭയെ പഠിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ കർത്താവ് പ്രകാരം തന്നെ ഒരു ശോധന അനുവദിക്കും. എന്ത് തീരുമാനം എടുക്കും? എന്റെ ജീവിതമാണോ വലുത്, കർത്താവിനെ ക്രൂശിക്കുന്നതാണോ, കർത്താവ് വീണ്ടും ക്രൂശിക്കുന്നതാണോ വലുത് എന്നുള്ള ഒരു നിലവൽ ഈ സമയത്ത് തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് അവനെ പിന്നീടുള്ള വിശ്വാസത്തിൽ അവന്റെ ദൈവിക നടത്തിപ്പും അതുപോലെ തന്നെ അവന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യം ഇല്ലാതാക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്ന ജനം പിലാത്തോസിന് സംഭവിച്ചതുപോലെ അവൻ പിന്നീട് വേറൊരു വഴിക്ക് തിരിഞ്ഞു. അവൻ അങ്ങ് പോയി ക്രൂശിച്ചു. എനിക്കിതൊന്നും അറിയാൻ പാടില്ല. അവൻ കൈകൾ വെള്ളത്തിൽ കഴുകി, കുറ്റമില്ലായ്മയിൽ കഴുകി എന്ന് പിലാത്തോസ് വിചാരിച്ചു. പക്ഷെ കഴുകിയാൽ പോകുന്നതല്ല അത്. തന്നെ കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം കൈ കഴുകിയാൽ അത് കൈ കഴുകി പോകുന്നതല്ല. അത് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കേട്ടത്. നീ എന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി നിന്റെ
നീ ഹൃദയത്തിലേക്ക് ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തുമ്പോൾ നിന്റെ കൈകളിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, കൂടാരത്തിൽ നീതികേടുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുക. ഇത് രണ്ടും ഇല്ലാതെ ദൈവത്തിലേക്ക് മുഖം ഉയർത്താൻ സാധിക്കില്ല. ദൈവത്തിലേക്ക് മുഖം ഉയർത്താൻ സാധിക്കും എങ്ങനെ? നമ്മൾ യശയാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. നോക്കുമ്പോൾ തന്നെ അറിയാം. ഞാൻ നിരപരാധിയാണെന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൈ നീട്ടുമ്പോൾ അപ്പോൾ തന്നെ കർത്താവ് നോക്കുന്നത് മുഖത്താണ്. മുഖത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവൻ ചെയ്ത തെറ്റെന്താണെന്നും അവൻ ആരാണെന്നും ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. കാരണം ഹൃദയത്തിലുള്ളത് വെളിപ്പെടുന്ന ഒന്നാണ് മുഖം. ആ മുഖത്ത് നോക്കിയതിന് ശേഷം മനുഷ്യൻ ചെയ്തത് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ വരുമ്പോൾ വചനം പറയുന്നത് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിഷ്കളങ്കമായിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ നീതികേട് പാടില്ല, കയ്യിൽ ദ്രോഹവും പാടില്ല. ഇത് രണ്ടും വരുത്തി വെച്ചതിന് ശേഷം കൈ കഴുകി കഴിഞ്ഞാൽ അത് തീരില്ല, അത് നീങ്ങിപ്പോകുന്നതല്ല, അത് എന്നേക്കും അവന്റെ മുഖത്തെ കളങ്കമായിട്ട് ശേഷിക്കും. ഈ മുഖത്തെ കളങ്കം എന്നുള്ള പ്രശ്നം എന്താ? മുഖത്തെ കളങ്കം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് മുഖത്തെ കളങ്കം എന്ന് പറയുമ്പോൾ ഈ കളങ്കത്തോടുകൂടി ആ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ ആത്മാവിൽ അവൻ എങ്ങനെ മരിക്കും? ദൈവം അവന്റെ മുഖത്തെ വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവന്റെ ആത്മാവിൽ ഈ വൈരൂപ്യം 1-2 ദിവസത്തേക്കല്ല, പിന്നെയോ എന്നാളത്തേക്കും ഉണ്ടായി, എല്ലാ ദിവസത്തേക്കും. അതുകൊണ്ടാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകളെ കുറ്റമില്ലായ്മ കഴുകി ഹൃദയത്തിൽ നിന്ന് നീതികേട് നീക്കി ദൈവത്തിന് മുമ്പാകെ മുഖം ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ തക്കണം, നിഷ്കളങ്കമാക്കി തീർക്കണമെന്ന് പറയുന്നതിന്റെ സാരം അതാണ്. നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനകൾ നമ്മൾ ഈ ഉപവാസം അവസാനിക്കുന്നതിന് മുമ്പേ നമ്മൾ ദൈവത്തിലേക്ക് കൈകളെ കുറ്റമില്ലാത്ത കൈകളെ മലർത്താൻ നിഷ്കളങ്കമായി മുഖം കർത്താവിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് പ്രാപ്തി നൽകട്ടെ. നമ്മൾ വീണ്ടും കേൾക്കുവാനിടയായി തീർന്നത് ദാവീദിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. അതിൽ കർത്താവിന്റെ വചനം പറയുന്നത് ഊരിയാവിന്റെ ഒരു ജീവിത ഭാഗമാണ് നമ്മളവിടെ കണ്ടത്. അവിടെ ഊരിയാവ് അന്ന് ദാവീദ് കൊടുത്ത മദ്യം കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയെങ്കിൽ എന്ത് സംഭവിക്കും? ദാവീദിന്റെ പാപം ആരുടെ കയ്യിലിരിക്കും? ജീവിതകാലം തലമുറയായിട്ട് ഊരിയാവ് ചുമക്കേണ്ടി വരും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അന്യന്റെ പാവങ്ങളിൽ ഓഹരിക്കാരനായത്. ഒരു മനുഷ്യൻ അന്യന്റെ പാവങ്ങളിൽ ഓഹരിക്കാരനാകുന്നത് എങ്ങനെയാണ്? അതിന് ചില കാര്യങ്ങളുണ്ട്. എന്താണ് അതിന് വചനം പറയുന്നത്? സഹോദരന്മാരോട് ഹൃദയത്തിൽ പകവെച്ചുകൊണ്ടിരിക്കരുത്. സഹോദരന്മാരുടെ ഹൃദയത്തിൽ പകവെച്ചാൽ സംഭവിക്കുന്നത് എന്താ? ഒരു ദിവസം ഹൃദയത്തിലിരിക്കുന്ന പക, സഹോദരന്മാരുള്ള ദേഷ്യം മോശ വെച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവന് കോപം വന്നപ്പോൾ അവൻ അവരുടെ മനസ്സിനെ കോപിപ്പിച്ചതിനാൽ അവൻ അത്തരം കൊണ്ട് അവിവേകം സംസാരിച്ചു പോയി. അവിവേകം സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കനാൻ ദേശത്തെത്തില്ല, നീ കലഹജലത്തിങ്കൽ എന്നെ വിശുദ്ധീകരിക്കായിക്കൊണ്ട് നീ കനാൻ ദേശത്തെത്തില്ല എന്ന് പറയാതെ തെറ്റ് ചെയ്തത് ആര്? മോശ പറഞ്ഞു, നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു. തെറ്റ് ചെയ്തത് ഇസ്രായേൽ ജനം, ശിക്ഷ അനുഭവിച്ചത് മോശ. കനാൻ ദേശത്തെത്തിയില്ല. അന്യന്റെ പാപങ്ങൾ ഓഹരിക്കാരനാകാതിരിക്കാൻ ഒരു സഹോദരനോടും ഹൃദയത്തിൽ നീരസമോ ഈർഷ്യയോ പകയോ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം തെറ്റ് ചെയ്യുന്നവനായിരിക്കും ശിക്ഷ അനുഭവിക്കുന്നത്, വെച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും. വീണ്ടും നമ്മൾ കാണുന്നത് പ്രതികാരം ചെയ്യരുത്, സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്യരുത്. ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അതിന് ഞാൻ പ്രതികാരം ചെയ്യും എന്നുള്ളത് എല്ലാ മനുഷ്യർക്കുള്ള ഒരു ആഗ്രഹമാണ്.
ഇനി പുറമേ ചെയ്തില്ലെങ്കിലും ഹൃദയം കൊണ്ടെങ്കിലും ചെയ്യും പ്രതികാരം. ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പാടില്ല. കാരണം അഹീത്തോഫെൽ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം. ആരായിരുന്നാലും നമ്മൾ വായിച്ചതിന് ശേഷം അഹീത്തോഫെലിനെ കുറ്റം പറയും. അഹീത്തോഫെലിനെ കുറ്റം പറയും. എന്നാൽ തന്റെ മകന്റെ മകളാണ് ബത്ശേബ. ബത്ശേബ എന്ന് പറഞ്ഞത് അഹീത്തോഫെലിന്റെ മകൻ ഏലിയാമിന്റെ മകളാണ്. ഈ മകളുടെ ഭർത്താവാണ് ഊരിയാവ്. ഒരു കൊച്ചുമകളോട് ഒരു അപ്പന് വലിയപ്പന് എന്തുമാത്രം താല്പര്യം ഉണ്ടാകും? മക്കളുടെ മക്കൾ പിതാക്കന്മാർക്ക് ആരാണ്? മക്കളുടെ മക്കൾ പിതാക്കന്മാർക്ക് കിരീടമാണ്. അത്രമാത്രം. ആ കൊച്ചുമോളെ വിധവയാക്കിയ അവളുടെ ഭർത്താവിനെ ഇല്ലാതാക്കി വിധവയാക്കി അവളെ കവർന്നെടുത്താൽ വല്യപ്പൻ അപ്പൂപ്പൻ സഹിക്കില്ല. ആ പ്രതികാരം വെച്ചു. നാളുകൾക്ക് ശേഷം ആ പ്രതികാരത്തിന് ശിക്ഷ അവന് കൊടുക്കുവാൻ അഹീത്തോഫെൽ ഒരുങ്ങി. ഒന്നും സാധിച്ചില്ല. സംഭവിച്ചത് ദാവീദ് ആ പാപം ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചെടുത്തു. അഹീത്തോഫെലോ ഒരു മനുഷ്യവംശത്തിൽ മനുഷ്യരാശിയിൽ ഏറ്റവും അധമമായി മരിക്കുന്ന ഒരാളാണ്. അതായത് ഏറ്റവും ഹീനമായി മരിക്കുന്നത് ആരാ? വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങണം. അതാണ് ഏറ്റവും കഷ്ടതയേറിയതും ഹീനവുമായ ശപിക്കപ്പെട്ടതുമായ മരണം തുറന്ന് ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുന്നതാണ്. അടുത്തത് നമ്മൾ കാണുന്നത് അവൻ ശ്വാസം മുട്ടി മരിക്കുന്നതാണ്. അതായത് അവന്റെ കഴുത്ത് കുടുക്കി തൂങ്ങിച്ചാകുന്നതാണ് അവന് അടുത്ത ഏറ്റവും ഹീനമായ മരണം. ഈ മരണം അവന് പ്രാപിക്കേണ്ടി വന്നു. അഹീത്തോഫെൽ അങ്ങനെ പോയി. തെറ്റ് ചെയ്തതാര്? ദാവീദ്. അവൻ എന്ത് ചെയ്തു? അവൻ ശ്രേഷ്ഠ നിലയിൽ വിളങ്ങി. പ്രതികാരം വെച്ച അഹീത്തോഫെൽ എന്ത് ചെയ്തു? ആ ശിക്ഷ അനുഭവിച്ചു, പാതാളത്തിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. അന്യന്റെ പാപങ്ങളിൽ ഓഹരിക്കാരാകാതിരിപ്പാൻ പ്രതികാരം ഹൃദയത്തിൽ വെക്കരുത്. കേട്ടോ? വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് അന്യന്റെ പാപങ്ങളിൽ ഓഹരിക്കാരനാകത്ത് യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. ഒരാളുടെ മേലും കൈവയ്ക്കരുത്. ചില കർത്താവിന്റെ ചില വിശ്വാസികൾക്കും ഉള്ള പ്രത്യേകതയാണ്. എവിടെ ചെന്നാൽ കണ്ടാലും സ്ത്രീകൾ വരെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓടിച്ചെന്ന് ഒരാളുടെ അടുത്ത് ഭൂതം ഇളകി നിൽക്കും, പിശാച് ഇളകി നിൽക്കുവാണെങ്കിലും ഓടിച്ചെന്ന് കൈവയ്ക്കുന്നു. നമ്മുടെ കർത്താവിന്റെ രാജ്യപാസ് അവിടെ പൂനെയിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് പിശാച് ഇളകി എന്ന് അതിന് പോകാൻ ഒരു പാസ്റ്ററോട് എന്ന് പറയും, അവിടെ പതിവാണത്, അന്ധകാരത്തിന്റെ സ്ഥലമാണ്, അവിടെ ഒരു പിശാച് ഇളകിയിട്ടുണ്ട്, വേഗം ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശുശ്രൂഷകൻ വേഗം സ്കൂട്ടറെടുത്ത് യാത്ര ചെയ്ത് വീട്ടിൽ ചെന്നപ്പോ ഇളകി നിൽക്കുവാണ്. അങ്ങ് നിൽക്കുമ്പോഴത്തേക്കും വിട്ടുപോകണമെന്ന് പറഞ്ഞ് ഈ അദ്ദേഹം ചെന്ന് തലേ കൈവച്ചതല്ല, ഈ പിശാച് ഇളകി നിൽക്കുന്നത് ഓരൊറ്റ തൊഴിയൊക്കെ തൊഴിച്ചിട്ട് ആ സമയത്ത് തന്നെ ഇദ്ദേഹം താങ്ങാൻ പറ്റാത്ത നിലയിൽ മുട്ടുകുത്തി നെഞ്ചത്ത് കൈവച്ച് അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കഴിയുമ്പോഴത്തേക്കും ആര് പറഞ്ഞടാ നിനക്ക് എന്റെ മേൽ കൈവയ്ക്കാനുള്ള അധികാരം നിനക്ക് ആര് തന്നു? പിന്നെ എല്ലാവരും കാണുന്നത് ഈ പിശാച് ഇളകിയതിന്റെ മുമ്പിൽ ഉണങ്ങി നിൽക്കുന്ന ശുശ്രൂഷകനെ. അത് അനേകർക്ക് അറിയില്ല. അവിടെ കണ്ടാലും എവിടെ കൈ വെക്കണമെന്ന് പറഞ്ഞാണ്. അത് ഈ വരുന്ന ശത്രുവിനെ തന്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അന്യന്റെ പാവങ്ങൾ ഓഹരിക്കാരനാകാതിരിക്കാൻ യാതൊരുത്തിന്റെ പേരും വേഗത്തിൽ വെക്കരുത്. നമ്മൾ 3 കാര്യങ്ങൾ പറയും. ഒന്ന് പ്രതികാരം സഹോദരന്മാരോട് പകവയ്ക്കരുത്. 2 പ്രതികാരം ചെയ്യരുത്. വേറൊരു ആരുടെ മേലും വേഗത്തിന്മേൽ കൈവയ്ക്കരുത്.
നാലാമത്തെ കാര്യം, ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കർത്താവിന്റെ വേല ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉദാസീനതയോടെ ആകാൻ പാടില്ല, ഉത്സാഹത്തോടെ ആയിരിക്കണം. അതിന്റെ ഒരിക്കലും കർത്താവിന്റെ വേലയിൽ വന്നതിന് ശേഷം പല പല വേഷംകെട്ടുകളോ ഇതെല്ലാം സംഭവിക്കുന്നത് അറിയാമോ? അന്യന്റെ പാവങ്ങളിൽ ഓഹരിക്കാരനാകുന്നവൻ. അപ്പോ അതിന് ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഏത്? ഊരിയാവിന്റെ ചരിത്രത്തിൽ കേട്ടത്. ഊരിയാവിന് താൻ ഒരു തെറ്റ് ചെയ്തു. ഊരിയാവിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ പാപം ഇവന്റെ തലയിൽ കെട്ടിവെക്കണം. അപ്പോ അവനെ യുദ്ധസ്ഥലത്ത് നിന്ന് വിളിപ്പിച്ചു. നീ ഭവനത്തിൽ പോകണം എന്ന് പറഞ്ഞ് സമ്മാനം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, എല്ലാം കൊടുത്തു. അവന് പോയ വഴി സമ്മാനവും പുറകെ ചെന്നു. പക്ഷെ അവൻ വീട്ടിൽ കയറുകയോ വീട്ടിൽ കിടക്കുകയോ ചെയ്തില്ല. അവൻ പാളയത്തില്, അതായത് രാജ കൊട്ടാരത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് കിടന്നു. കിടന്നു കഴിഞ്ഞ പിറ്റേ ദിവസം, നീ എന്തി വീട്ടിൽ പോയേ? അല്ല, ഞാൻ വീട്ടിൽ പോയില്ല, ഞാൻ പോവില്ല. പിറ്റേ ദിവസം അവനെ മദ്യം കഴിപ്പിച്ചു. മദ്യം കഴിപ്പിച്ച് നല്ല, കാരണം ഹൃദയത്തിലെ നിശ്ചയം മദ്യപാനത്തിലും അതുപോലെ തന്നെ മനസ്സിളകി കഴിയുമ്പോഴെല്ലാം മാറിപ്പോകുന്ന മനുഷ്യരുണ്ട്. ഇവിടെ മദ്യം കഴിച്ചു കഴിയുമ്പോഴേക്കും ഇവന്റെ നിശ്ചയദാർഢ്യമെല്ലാം പോകുമെന്നാണ് ദാവീദ് വിചാരിച്ചത്. അവൻ മദ്യം കഴിച്ചെങ്കിലും അവന്റെ ആത്മനിയന്ത്രണം അവൻ വിട്ടില്ല. എപ്പോഴും അവൻ അത് തന്നെ, യുദ്ധത്തെക്കുറിച്ചുള്ള ബോധം അവനിലുണ്ടായിരുന്നു. അവൻ പിറ്റേ ദിവസവും പോയില്ല. പോകാതെ ഇപ്പൊ നീ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചപ്പോ, ഞാൻ എങ്ങനെ പോകും? എന്റെ യജമാനായ യോവാബ്, പിന്നെ എന്റെ ദൈവത്തിന്റെ പെട്ടകം, ഇത് രണ്ടും പാളയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എന്റെ ഭവനത്തിൽ പോകാനോ എന്റെ കാല് കഴുകാനോ ഞാൻ എന്റെ ഭാര്യയോട് കൂടെ ശയിക്കാനോ എനിക്കിടവരരുത്. ദാവീദ് തോറ്റുപോയി. ഒന്നുമില്ല, തന്റെ പാപം ഇതാ അവന്റെ മേൽ വെക്കാൻ സാധിക്കുകയില്ല എന്നവന് ബോധ്യമായി. അന്നേരം ചെയ്തതാണ് ആ ദുഷ്ടത, അവനെ ഇല്ലാതാക്കുവാൻ ചെയ്ത പ്രവൃത്തി. ദൈവസന്നിധിയിൽ നമ്മൾ പിന്നെ കാണുന്ന ചരിത്രം മറ്റൊന്നാണ്. ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായി ഊരിയാവ് കടന്നുപോയി. ഇന്നും ദാവീദിന്റെ ഭവനത്തിൽ അതിന് ചുറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം മുമ്പാകെ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, യാതൊരു തരത്തിലും അന്യന്റെ പാപങ്ങളിൽ ഓഹരിക്കാരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സൂക്ഷിക്കുക. നമ്മൾ ആരോടും നീരസം വെക്കേണ്ട. ആരോടും സ്ഥാനസ്വത്രം യാതൊരിക്കൽ പൊട്ടിത്തെറിക്കും. അത് അന്യന്റെ പാപം നമ്മുടെ തലയിൽ വരും. അഹിത വല്ലപ്പല പ്രതികാരം ചെയ്യണ്ട. ആയിരത്തിന് പേര് കൈവയ്ക്കേണ്ട. നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നുവെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആത്മാർത്ഥമായി അത് ഉത്സാഹത്തോടു കൂടി ഹൃദയപരമാർത്ഥത്തോടുകൂടി ചെയ്യുക. നമ്മുടെ പാപം ദൈവം മോചിച്ചു തരും. സകല ദോഷങ്ങളും നമ്മിൽ നിന്ന് കർത്താവ് നീക്കിത്തരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സമ്പൂർണമായ ഒരു ശുദ്ധീകരണം ഇതിനാൽ ദൈവം നമുക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ മുഖം മുടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, യേശുവേ, സ്തുതിക്കുന്നു.